പാലക്കാട് ജില്ലയിലെ മനിശ്ശേരി എന്ന സ്ഥലത്താണ് കേട്ടോ വരിക്കാശ്ശേരി മന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പാലക്കാടിൻ്റെ മനോഹാരിതയും പൊള്ളുന്ന വെയിലും ഒക്കെ താണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നത് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാട്ടിലേക്കാണ് കേട്ടോ. എന്ത് രസമല്ലേ, പ്രൗഢിയിൽ നമ്മൾ ഈ വരിക്കാശ്ശേരി മന കാണുമ്പോൾ നമുക്ക് ഒരുപാട് സിനിമകൾ ഓർമ്മ വരും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ദേവാസുരം, നരസിംഹം, ആറാം തമ്പുരാൻ, ഇവയൊക്കെ വരിക്കാശ്ശേരി മനന് ഭയങ്കരമായിട്ട് ഫേമസ് ആക്കിയിട്ടുള്ള സിനിമകളാണ് കേട്ടോ. 150-ലധികം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഓരോ സ്ഥലവും ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മോഹൻലാല്, മമ്മൂട്ടി, നമ്മുടെ രാപ്പകലിലെ മമ്മൂട്ടി, അവരൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. അയ്യോ ആ സ്ഥലം ഇവിടെയല്ലേ അത് ഷൂട്ട് ചെയ്തേ എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ. ക്ലാസിക്കൽ ഡാൻസിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ 2 സ്റ്റെപ്പൊക്കെ വയ്ക്കുകയുണ്ടായി. ഒരാഗ്രഹം അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ശരിക്ക് സ്റ്റെപ്പൊന്നും വരാത്തതുകൊണ്ട് ഞങ്ങൾ പഠിച്ചിട്ട് ഡാൻസ് ചെയ്യാം, പിന്നൊരിക്കൽ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചു ഗൈസ്. മനയുടെ ഉൾഭാഗമൊക്കെ ഒന്ന് നമുക്ക് നടന്ന് കണ്ടാലോ. വെറും 300 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ മനയ്ക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള പോലെയാണ് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. 20-ലധികം മുറികളുണ്ടെന്നാണ് പറയുന്നത് ഈ മനയുടെ ഉള്ളിൽ. ഒരുപാട് വലിയൊരു ഫാമിലി താമസിച്ചിരുന്ന ഒരു മനയായിരുന്നു ഇത്. 4 കെട്ടിനുള്ളിൽ അല്ലെങ്കിൽ നടുമുറ്റത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവിടെയാണ് ഈ ചുള്ളൻ ഡാൻസ് ചെയ്യുന്നത്. ഒരു മുറയിൽ വന്ന് പാത്തായാണ് ഇപ്പോൾ തകർത്ത് ആടിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റുക, എല്ലാം മറന്ന് ഡാൻസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വാസ്തുവൊക്കെ നോക്കി വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ മന പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചെങ്കല്ല് കൊണ്ടാണ്, ചെത്തിയ ചെങ്കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയാണ് ഇത് കാണാനായിട്ട്. 3 നിലയാണ് ഈ മനയ്ക്കുള്ളത്. ഞാൻ പറഞ്ഞു 20-ലധികം മുറികൾ തന്നെ ഇവിടെ ഉണ്ട്. ഇതൊരു പനയാണ് കേട്ടോ. പ്രേതപ്പടമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ യക്ഷീനൊക്കെ കെട്ടിയിടാൻ പറ്റും ഇതിന്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഏത് റൂമിൽ പോയാലും വളരെ കൂളാണ്, അതായത് നല്ല തണുപ്പാണ് റൂമിലൊക്കെ പോയാൽ. അതാ ഞാൻ പറഞ്ഞത്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു മന പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്ന്. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഞാൻ എന്താ ബോറായിട്ട് ചെയ്യുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഫാമിലി ആയിട്ടാണ് കേട്ടോ ഈ റൈഡിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും റൈഡിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യേ. നമ്മുടെ ഉണ്ണിമായയുടെ ചുറ്റമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഉള്ളത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ കാണുന്നതാണ് ബ്രഹ്മദത്തൻ തിരുമേനി തല തല്ലി മരിച്ച ബലിക്കല്ലി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ഇതാണ് പ്രേതം 2-ലുള്ള സിനിമയുടെ ഉള്ള ആ കുളമാണിത്. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ വെള്ളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. വളരെ ആഴമുള്ള കുളമാണ്. അതുകൊണ്ട് തന്നെ പുറമെന്നുള്ള ആളുകൾ വരുമ്പോൾ അപകടത്തിനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കണം അത് പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലൂടെ നടക്കുമ്പോൾ കിളികളുടെ ശബ്ദവും ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.